അപ്പോൾ എൻ്റെ റാമ്പ് 2 ഞാൻ റീസ്റ്റോർ ചെയ്യുകയുണ്ടായി. അതിൻ്റെ അഴുക്ക് തുരുമ്പെല്ലാം കളഞ്ഞ് അതിനെ മനോഹരമായി ഉപയോഗിക്കത്തക്കവണ്ണം നല്ല റാമ്പാക്കി ഞാൻ മാറ്റി. ഹലോ, എല്ലാവർക്കും ലൈഫ് തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചെറിയ പ്രോജക്റ്റിലാണ്. ചെറിയ വർക്ക്ഷോപ്പ് പണികളൊക്കെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ചെറിയ പണികളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരു വിചാരം മനസ്സിൽ ഇങ്ങനെ വന്നു തുടങ്ങി. ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ടയർ സ്വാപ്പ് ചെയ്യുന്നതൊക്കെ നാളുകളായിട്ട് തന്നെയാണ്. എന്നാൽ ഓയിൽ ചേഞ്ച് പോലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ചില പ്രിപ്പറേറ്ററി പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഒരു വാഹനം ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റാമ്പ് വാങ്ങിക്കുകയുണ്ടായി. നല്ല ഒരു റാമ്പാണ് അത്. ഒരു യൂസ്ഡ് വൺ വാങ്ങിച്ചു. ഞാനത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് പരിപാടികളാണ് ഇന്ന് എൻ്റെ. അതൊന്ന് റഫ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. നല്ലത് പറയുമ്പോൾ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങളിലൂടെ അതിനോട് ചേർത്ത് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ റാമ്പ് ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാൻ വാങ്ങിച്ച റാമ്പ് ഇതാണ്. നല്ലൊരു ഒരെണ്ണമാണ്. ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ടതാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ മെയ്ഡ് ഇൻ കാനഡ എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും കാനഡ മെയ്ഡ് എന്ന് കണ്ടപ്പോൾ ഞാൻ ഇത്രയും സന്തോഷം എൻ്റെ മനസ്സിൽ വരാൻ കാരണം എന്താണ്? എൻ്റെ ഒരു സുഹൃത്ത്, US വളർന്ന ഒരു സുഹൃത്ത്, കുറച്ച് നാൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുകയും ഞങ്ങൾ ഫാമിലികൾ ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ പറയുകയുണ്ടായി, പുള്ളിക്കാരി കനേഡിയൻ സാധനം എന്ത് കണ്ടാലും മേടിക്കുമായിരുന്നു, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്ട്സ്. അവർ പറയുന്നത് കനേഡിയൻ സാധനം കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. അവർ US വളർന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കാനഡയുടെ മെറ്റീരിയൽസ്, കാനഡ മെയ്ഡ് ഒരു നല്ല ശതമാനം, പ്രത്യേകിച്ച് മെറ്റൽ കൊണ്ടുള്ള പല കാര്യങ്ങളും വളരെ നല്ലതാണ്. ഇവിടെ നിന്ന് നമുക്കറിയാം സ്റ്റീല് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സ്റ്റീൽ അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വളരെ നല്ലതാണ് ഇവിടുത്തേത്. അപ്പോൾ ഞാൻ ഈ സാധനം പിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം ഞാൻ കണ്ടത്, ചെറിയ റസ്റ്റ് അതിൽ കണ്ടു. അപ്പോൾ ഇത് ഒരു സമയത്ത് നല്ലതായിട്ട് ഇരുന്നതാണ്. എനിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എന്നാൽ കാലക്രമത്തിൽ അതിനകത്ത് റസ്റ്റ് വരികയുണ്ടായി, അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലൊക്കെയാണ്. കാരണം നമ്മളെ ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്, ദൈവവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കാലക്രമത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിൽ ഈ ലോകത്തോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ നന്മ നഷ്ടപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ തുടർന്നുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്നും കാണുക. എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഇതിൻ്റെ റസ്റ്റ് ഒന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗണ്ണുണ്ട്, അതിനകത്ത് ഞാനൊരു സ്റ്റീലിൻ്റെ ബ്രഷ് മേടിച്ചു. അതുകൊണ്ട് മാത്രമേ ഇത് ശരിക്കും ഇതിൻ്റെ റസ്റ്റ് എടുത്ത് കളയാനായിട്ട് കഴിയുകയുള്ളൂ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത് ഒന്ന് ചെയ്തെടുക്കാം. ഈ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾക്ക് അരോചകമായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും നിങ്ങളെ ശബ്ദം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇതുപോലുള്ള പരുപരുത്ത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമായിരിക്കും അല്ലേ? തുരുമ്പ് പിടിച്ച ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തുന്ന, അതിൻ്റെ രൂപം പോലും മാറിപ്പോയി അല്ലേ? ആ രൂപമല്ല, അതിൻ്റെ ആ ബ്യൂട്ടി അങ്ങ് പോയി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ രൂപം കളയുന്ന പാപവും ജീവിതത്തിൻ്റെ അശുദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിനെ പലപ്പോഴും ഇങ്ങനെയുള്ള ഇത് വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റീലിൻ്റെ ബ്രഷ്. ഇത് മാത്രമേ ഇതിനെ ശരിക്കും ഇളക്കിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വെള്ളം ഒഴിച്ചാലൊന്നും ഇത് ക്ലീൻ ആകത്തില്ല. കാരണം ഈ മെറ്റലിനോട് പറ്റിയിരിക്കുകയാണ്. ചിലപ്പോൾ ജീവിതത്തിൽ പരുപരുത്ത ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലത് എന്തിനാണെന്ന്. ദൈവം എന്തുകൊണ്ട് നമ്മളെ അതിലൂടെ കടത്തിവിടുന്നു? ദൈവം ഒരിക്കലും നമ്മളെ ദോഷത്തിനായിട്ട്, നമ്മളെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നൊരു ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസങ്ങളിലൂടെ, ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് പലപ്പോഴും നമ്മളെ നല്ലതാക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടികളിലാണ്. പൊന്ന് തീയിൽ മാത്രമേ അതിൻ്റെ ബ്യൂട്ടി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ശോധന ചെയ്യപ്പെടുന്നത് തീയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരുപരുത്ത അനുഭവങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ബ്യൂട്ടി തിരിച്ചു ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയുള്ള നിലയിലുള്ള നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുവാൻ ഒരുപക്ഷെ ചിലപ്പോൾ ജീവിതത്തിൽ ടഫായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലാണ് ഒരുപക്ഷെ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിന് അത് തിരിച്ചു തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക് തുടരാം. ഞാൻ ഇത് വാങ്ങിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യക്തിയുടെ, ഇത് വളരെ നല്ല മെറ്റീരിയലാണ്. എന്നാൽ ഇത് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് പുറത്താണ്. മഞ്ഞും മഴയും വെയിലുമൊക്കെ ഏറ്റ് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അതിൻ്റെ ബ്യൂട്ടി അങ്ങ് നഷ്ടപ്പെട്ടു. എന്നാൽ അത് ഇപ്പോഴും സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തുരുമ്പൊന്ന് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് വീണ്ടും ഉപയോഗപ്രദമാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മെറ്റൽ അല്ലാതെ മറ്റൊന്നും ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ റീസ്റ്റോർ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെ ഇത് കടന്നുപോയെങ്കിൽ മാത്രമേ ഇതിന് നഷ്ടപ്പെട്ടു പോയ ആ സൗന്ദര്യം, നഷ്ടപ്പെട്ടു പോയ ആ യൂസ്ഫുൾനെസ് തിരികെ ലഭിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വർക്ക് തുടരാം.
റസ്റ്റ് ഏതാണ്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു. പഴയ പെയിൻറ്റും ഒക്കെ ഇപ്പോഴും നന്നായിട്ട് കാണാം. വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാമ്പാണ്. ഞാൻ ഇനിയൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പെയിൻറ്റിങ് തുടങ്ങാൻ പോവാണ്. എൻ്റെ ഇരിക്കുന്ന പെയിൻറ്റ് അത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഗ്രേ കളറാണ്. അപ്പോൾ എൻ്റെ റാമ്പ് രണ്ടും ഞാൻ റീസ്റ്റോർ ചെയ്യുകയുണ്ടായി. വളരെ നല്ലതായിട്ട് അതിൻ്റെ അഴുക്ക് തുരുമ്പെല്ലാം കളഞ്ഞ് അതിനെ മനോഹരമായി ഉപയോഗിക്കത്തക്കവണ്ണം നല്ല റാമ്പായി. അപ്പോൾ നമ്മുടെ റാമ്പിൻ്റെ പെയിൻറ്റിങ് ഏതാണ്ട് തീർന്നു. നല്ല മനോഹരമായി അത് റീസ്റ്റോർ ചെയ്തു. ഇനിയും കുറച്ച് നാളത്ത് ഇനി തുരുമ്പൊന്നും വരാതെ അത് ഡെഫിനറ്റ്ലി ഇനിയും വർഷങ്ങൾ അത് കീപ്പ് ചെയ്യുവാനായിട്ട് കഴിയും എനിക്ക്. ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഇത് മശിഹായെ പറ്റി, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. യേശു കർത്താവ് നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. അതുകൊണ്ട് യേശു കർത്താവിൽ നമ്മുടെ ജീവിതം ഏറ്റവും ഭദ്രമാണ്. യേശു കർത്താവ് വേഗത്തിൽ നമ്മെ ചേർക്കുവാൻ, മടങ്ങി വരുവാൻ പോകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ റീസ്റ്റോറേഷൻ, എൻ്റെ ഈ റാമ്പ് റീസ്റ്റോറേഷൻ വീഡിയോ കണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം റീസ്റ്റോർ ചെയ്ത് ദൈവത്തിന് കൊള്ളാവുന്നവരായി യേശു കർത്താവ് തൻ്റെ നീതി നിങ്ങൾക്ക് നൽകി. അവൻ്റെ രക്തത്താൽ അവൻ നിങ്ങളെ വീണ്ടെടുത്ത് അവൻ്റെ നീതീകരണം പ്രാപിച്ച് അവൻ്റെ വിശുദ്ധ മക്കളായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.